അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. ഒരു പന്തലിൽ 625 കസേരകൾ വരിയായും നിരയായും ഇട്ടിരിക്കുന്നു. വരികളുടെയും നിരകളുടെയും എണ്ണം തുല്യമാണ്. ഇതിൽ ഒരു വരിയിൽ നിന്നും ഒരു നിരയിൽ നിന്നും മുഴുവൻ കസേരകളും മാറ്റി. എത്ര കസേരകളാണ് മാറ്റിയത്? ബാക്കി എത്ര കസേരകളുണ്ട്? ഓക്കെ. അപ്പൊ ഒരു പന്തലിൽ വരിയായിട്ടും നിരയായിട്ടും എന്ത് വെച്ചിട്ടുണ്ട്? കസേരകൾ ഇട്ടിട്ടുണ്ട്. വരിയുടെയും നിരയുടെയും എണ്ണം തുല്യമാണ്. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. വരിയായിട്ട് ഇങ്ങനെ പോകുന്നു. അതുപോലെ ക്രോസ് ആയിട്ടും നിരയായിട്ടും എന്തിട്ട് കസേരകൾ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ പോകുന്നു. ആകെ എത്ര കസേരകളുണ്ട്? 625 കസേരകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ ഉപയോഗിച്ച് വരിയുടെയും നിരയുടെയും എണ്ണം എങ്ങനെ നമ്മൾ കണ്ടെത്താം? അപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വരിയുടെയും നിരയുടെയും എണ്ണം തുല്യമാണെങ്കിൽ അതിൽ ആകെയുള്ള കസേരകളുടെ എണ്ണം കണ്ടെത്താൻ സ്ക്വയർ ചെയ്താൽ മതി. ന്റെ സ്ക്വയർ ചെയ്താൽ മതി. രണ്ട് വരി അങ്ങോട്ടും രണ്ട് വരി ഇങ്ങോട്ടും ആണെങ്കിൽ ആകെ 1, 2, 3, 4. അതായത് ആ 2ന്റെ സ്ക്വയർ എടുത്താൽ ഉത്തരം കിട്ടും. ഇത് എത്ര എണ്ണം ആണെങ്കിലും ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്തു. ഇവിടെ n ആണ് വരി, n ആണ് നിര എന്ന് വിചാരിക്കുക. അപ്പൊ n സ്ക്വയർ എടുത്തപ്പോഴാണ് ആകെ എത്ര കസേര നമുക്ക് കിട്ടുക. അപ്പൊ അത് 625 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ n സ്ക്വയർ ആണ് എന്ത്? 625. അപ്പൊ n കണ്ടെത്തിയാൽ വരിയും നിരയും കിട്ടും. അപ്പൊ n ഈക്വൽ ടു √625. അതെത്രയാണ്? 25 വരികളുടെ എണ്ണം, നിരകളുടെ എണ്ണം. അപ്പൊ ഇതെത്രയാണ്? 25. ഇതെത്രയാണ്? അതും 25. ഇനി നമ്മുടെ ചോദ്യം, ഒരു വരിയിൽ നിന്നും ഒരു നിരയിൽ നിന്നും മുഴുവൻ കസേരകൾ എടുത്ത് മാറ്റി. അപ്പൊ ഇങ്ങനെ ഒരു വരിയിൽ 25 ഉള്ളത് അത് എടുത്ത് മാറ്റി. നിരയിൽ നിന്നും 25 എടുത്ത് മാറ്റി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അവസാനത്തെ കസേര വരിയിലും വരും നിരയിലും വരും. അപ്പൊ ഒരു വരി മുഴുവനായിട്ട് എടുത്ത് മാറ്റുമ്പോൾ 25 പോവും. ഒരു നിര മുഴുവനായിട്ട് എടുത്ത് മാറ്റുമ്പോൾ ഈ അവസാനത്തെ കസേര ഓൾറെഡി പോയി. അപ്പൊ ബാക്കി എത്ര എണ്ണം പോവും? 24 പോവും. അപ്പൊ ടോട്ടൽ 49 കസേരയാണ് ഇതിൽ നിന്ന് കുറയുന്നത്. അപ്പൊ എത്ര കസേരകളാണ് മാറ്റിയത് എന്ന് ചോദിച്ചാൽ 49 ഉത്തരം. ബാക്കി എത്ര കസേരകൾ ഉണ്ടെന്നാണ് ചോദ്യമെങ്കിൽ ഈ 625 മൈനസ് 49 ചെയ്യാം. 576. ഇതാണ് ഉത്തരം.